56 വർഷം മുൻപ് ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട ഇലന്തൂരിൽ എത്തിച്ചു. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. വലിയൊരു ജനാവലിയാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനായി അവിടെ എത്തിയിട്ടുള്ളത്. AV ജയശങ്കറും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, അന്തിമോപചാരം അർപ്പിക്കുകയാണ് നാട്. വലിയ ജനാവലി തന്നെയല്ലേ അവിടെ ഉള്ളത്? ഉറപ്പായും വേണു, നാട് ഒരു ജവാൻ ഏത് രീതിയിൽ വീരോചിതമായ യാത്രയപ്പ് നൽകണോ അതേ രീതിയിൽ തന്നെ യാത്രയപ്പ് നൽകുന്നു. പൊതുദർശനത്തിന് അവിടെയും വലിയ ജനക്കൂട്ടം നമ്മൾ കണ്ടിരുന്നു. തോമസ് ചെറിയാനെ ഒരു കൈക്കുടന്ന പുഷ്പങ്ങൾ അർപ്പിക്കാനും കുറേയധികം മനുഷ്യരെ നമ്മൾ അവിടെ കണ്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലും സമാനം തന്നെയാണ് കാഴ്ച. വീട്ടിലും വലിയ ജനാവലി അവിടെയുണ്ട്. അതൊരു സൈനികന് കൊടുക്കേണ്ട, ഒരു സൈനികന് നാട് കൊടുക്കേണ്ട യാത്രയപ്പാണ്. അത് ആ നാടിൻ്റെ കടപ്പാടും കടമയുമാണ്. അത് ആ നാട് നിറവേറുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അത് മാത്രമല്ല, നീണ്ട 56 വർഷങ്ങൾക്കൊടുവിൽ വീട്ടിലേക്കുള്ള തോമസ് ചെറിയാൻ്റെ മടങ്ങിവരവ് എന്നൊരു പ്രത്യേകത കൂടി അതിലുണ്ട്. അത് അസാധാരണമാണ്. അസാധാരണമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് അത്തരത്തിൽ 56 വർഷങ്ങൾ തുടർച്ചയായി നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഒരു മൃതദേഹം ഈ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം അത് നാട്ടിലേക്ക് എത്തിക്കുന്നു. നാട് ആ രീതിയിൽ തന്നെ യാത്രയപ്പ് നൽകുകയാണ്. 1968 സൈനിക വിമാന അപകടത്തിലാണ് ഹിമാചൽ പ്രദേശിലെ ചുരത്തിൽ മരിച്ചത് തോമസ് ചെറിയാൻ. അന്ന് 26 വയസ്സ് മാത്രം പ്രായമുള്ള തോമസ് ചെറിയാനാണ് നന്നേ ചെറിയ പ്രായത്തിൽ 18 വയസ്സുള്ളപ്പോൾ 18-ാം വയസ്സിൽ തന്നെ സൈന്യത്തിൽ ചേർന്ന തോമസ് ചെറിയാൻ ക്രാഫ്റ്റ്സ്മാനായി ലഡാക്കിൽ ആദ്യ സേവനത്തിൽ കയറിയതാണ്. അങ്ങനെ നന്നേ ചെറുപ്പത്തിൽ തന്നെ രാജ്യസേവനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട നാടിൻ്റെ പ്രിയങ്കരനായ ഒരു ചെറുപ്പക്കാരനാണ് തോമസ് ചെറിയാൻ. 26 വയസ്സിൽ ഈ വിമാനാപകടത്തിൽ അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം നീണ്ട 56 വർഷങ്ങളുടെ അനിശ്ചിതത്വമാണ്. സൈന്യം അറിയിക്കുന്നുണ്ട്, സൈന്യം അന്ന് തന്നെ വീടിനെ അറിയിക്കുന്നുണ്ട്, ഇത്തരത്തിൽ വിമാനാപകടത്തിൽ പെട്ട ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും മരിച്ചതാണ്, എല്ലാ സൈനികരും അന്ന് വീരമൃത്യു വരിച്ചവരാണ് എന്ന് സൈന്യം കുടുംബത്തെ അറിയിക്കുന്നുണ്ട്. പക്ഷേ മൃതദേഹങ്ങൾ കിട്ടിയിരുന്നില്ല. സ്വാഭാവികമായും ആ വലിയ അനിശ്ചിതത്വത്തിൽ ആ നാടും ആ വീടും കുറേയധികം വർഷങ്ങൾ 56 വർഷങ്ങൾ തുടർന്നു. ആ അനിശ്ചിതത്വങ്ങൾ തലമുറയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടു. തോമസ് ചെറിയാൻ്റെ അച്ഛനും അമ്മയും ആ കാത്തിരിപ്പിൽ അവരും മരിച്ചു. അതിനുശേഷം തോമസ് ചെറിയാൻ്റെ ബന്ധുക്കൾ, തോമസ് ചെറിയാൻ്റെ സഹോദരങ്ങൾ, മക്കളൊക്കെ ഇവരുടെ പ്രിയപ്പെട്ട തോമസ് ചെറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു 86 വർഷം. അതിനിടയിലാണ് അത്തരത്തിൽ ഈ പരിശോധനയിൽ രാജ്യം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ ഒരു അന്വേഷണത്തിൽ തോമസ് ചെറിയാൻ്റെ മൃതദേഹം കിട്ടി എന്നുള്ള അറിയിപ്പ് വീട്ടിൽ കിട്ടുന്നതും അത് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതും പൂർവാധികം അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ, ആ സൈനികർ അർഹിക്കുന്ന രീതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ നാടിൻ്റെ കാവൽക്കാരനായി പോയ ആ ചെറുപ്പക്കാരന്, മിടുക്കനായ ചെറുപ്പക്കാരന് ഏറ്റവും നല്ല രീതിയിൽ യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് നാട്. തോമസ് ചെറിയാന് നാട് വിട ചൊല്ലുകയാണ്. സംസ്കാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വേണു, പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും രാവിലെ 10:30 ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിച്ചത്. അവിടെ നിന്ന് പൊതുദർശനം കഴിഞ്ഞു. ഇപ്പോൾ വിലാപയാത്ര പോലെ അല്ലെങ്കിൽ സൈനിക അകമ്പടിയോടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ 12:15 കൂടി വീട്ടിലെ ശുശ്രൂഷകൾക്ക് കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രോപ്പൊലിത്താണ് കാർമ്മികത്വം വഹിക്കുന്നത്. AV ജയശങ്കർ ഉണ്ട് ഹാഷ്മി ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി. ജയശങ്കർ, ഇപ്പോൾ എവിടെയാണ് ഈ ഭൗതികദേഹവും വഹിച്ചുള്ള സൈനിക വാഹനം എത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? സമയത്തിനകം തന്നെ ഈ ഭൗതികദേഹം വഹിച്ചുള്ള സൈനിക വാഹനം വീട്ടിലെത്തിച്ചേരും. വീടിന് മുന്നിലേക്ക് തന്നെ ഈ വാഹനം ഏറെക്കുറെ പ്രവേശിച്ചിട്ടുണ്ട്. നിരവധി നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ വാഹനത്തിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ നിമിഷം. ചെറുപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച ഒരു ജവാൻ നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നു. അവരെ സംബന്ധിച്ച്, ഇലന്തൂരിനെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലൊരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല, ഇത്തരത്തിലൊരു അനുഭവത്തിലൂടെ ഇതുവരെ കടന്നു പോയിട്ടില്ല. അത്രമാത്രം വൈകാരികമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണാൻ അത്രമാത്രം വർഷങ്ങൾക്ക് ശേഷം പല തലമുറകളിലുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവർ നടന്നും ബൈക്കുകളിലും മറ്റുമെല്ലാം സൈനിക വാഹനത്തെ അനുഗമിച്ച ഈ ജവാന്റെ ഭൗതികദേഹത്തിന് പിന്നാലെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എലന്തൂരിൽ കാണുന്നത്. അത്രമാത്രം വൈകാരികമാണ്. എന്തായാലും തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ജന്മ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നീണ്ട 56 വർഷത്തിന് ശേഷം ജന്മനാട്ടിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭവനത്തിലായിരിക്കും ഇനി പൊതുദർശനം ഉണ്ടാവുക. ഇവിടെയായിരിക്കും മതപരമായ ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. നാട്ടുകാരുൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ വീടിന് മുമ്പിൽ നിലവിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷമാണ്
അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവരുന്ന ആ ഘട്ടത്തിൽ പോലും നിരവധി ആളുകൾ, ഈ നാട്ടുകാരും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അത്രമാത്രം വൈകാരികമായ ഒരു കാഴ്ചയാണ് ഈ വീട് മുറ്റത്ത് കാണുക. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വീട്ടിൽ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രാർത്ഥനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിലായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും പള്ളിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക. ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു ജവാൻ 56 വർഷത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കാലം നീണ്ട ഒരു തെരച്ചിലിനൊടുവിലാണ് ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തുന്നത്. ഉടൻ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു. ഭൗതികദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. നാട്ടിലെ ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 56 വർഷത്തിന് ശേഷം തോമസ് ചെറിയാന്റെ ഭൗതികദേഹം സൈന്യം കണ്ടെത്തി നാട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭൗതിക ശരീരം സൈനിക വാഹനത്തിൽ നിന്ന് വീട്ടിലേക്ക് ഇറക്കി വെക്കാൻ തുടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സഹോദരന്റെ വീട്ടിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് പ്രത്യേക അലങ്കരിച്ച വാഹനത്തിലാണ് ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഹോദരന്റെ വീട്ടിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് വാഹനം. അവിടെ നിന്ന് ഭൗതിക ശരീരം വീട്ടിലേക്ക് മാറ്റും. അവിടെയാണ് കർമ്മങ്ങൾ നടക്കുക. അതിനുശേഷം വൈകിട്ടാണ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് സൈനിക വാഹനം ഭൗതിക ശരീരവുമായി എത്തി. അവിടെ പൊതുദർശനത്തിന് ആലോചിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇപ്പോൾ സഹോദരൻ്റെ വീട്ടിലേക്കാണ് ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം എത്തിയിരിക്കുന്നത്. അവിടെ പൊതുദർശനം ഉണ്ടാകുമോ എന്നറിയില്ല. നാട്ടുകാർക്ക് എന്തായാലും ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം എന്തായാലും ലഭിക്കും. എത്ര നേരമാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ ജനാവലിയാണ്. ഇപ്പോൾ ആന്റണി എം.പിയെയും കാണാം ദൃശ്യങ്ങളിൽ. അദ്ദേഹവും അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ കേന്ദ്ര സഹമന്ത്രി, സംസ്ഥാന മന്ത്രി എല്ലാവരും ചേർന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഭൗതിക ശരീരം എത്തിയപ്പോൾ ആദരപൂർവ്വം സ്വീകരിച്ചത്. സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇന്നലെ പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിലാണ് ഭൗതിക ശരീരം സൂക്ഷിച്ചത്. അവിടെ നിന്ന് ഇന്ന് രാവിലെ പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ സൈനിക അകമ്പടിയോടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ തോമസ് ചെറിയാന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് ഈ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. നീണ്ട കാത്തിരിപ്പ്, അരനൂറ്റാണ്ടിലധികം നീണ്ട സൈന്യത്തിന്റെ പര്യവേഷണം, അതിനൊടുവിലാണ് തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയത്. തിങ്കളാഴ്ചയാണ് ആ വിവരം വീട്ടുകാരെ അറിയിക്കുന്നത്. അമ്മയും അച്ഛനും പതിറ്റാണ്ടുകളാണ് കാത്തിരുന്നത്. ഒടുവിൽ അവരും വിട പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഭൗതിക ശരീരം കണ്ടെത്തുകയും അത് നാട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു. തോമസ് ചെറിയാന് എല്ലാ ആദരവോടെയും വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. ഹാഷ്മിയും ചേരുന്നുണ്ട്. ഹാഷ്മി, 56 വർഷങ്ങൾക്ക് ശേഷം ചണ്ഡീഗഡിലെ ലേ ലഡാക്കിൽ സൈനികരുമായി പോയ വിമാനം 68 ഫെബ്രുവരി 7 അപകടത്തിൽപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള കാത്തിരിപ്പിലായിരുന്നു, വലിയ കാത്തിരിപ്പിലായിരുന്നു നാടും വീട്ടുകാരും ഒക്കെ. കാണാതാകുമ്പോൾ 26 വയസ്സാണ് പ്രായം തോമസ് ചെറിയാന്. 22 വയസ്സാണ്, ക്ഷമിക്കണം, 26 എന്നാണ് ഞാൻ ആവർത്തിക്കുന്നത്. 22 വയസ്സാണ് തോമസ് ചെറിയാന് പ്രായം. 65-ലാണ് തോമസ് ചെറിയാൻ അന്ന് സേനയിൽ ചേർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 103 പേരാണ്, അതിൽ 96 പേരും പട്ടാളക്കാരാണ്. തെരച്ചിൽ നടക്കുന്നതിനിടെ ഈ തിങ്കളാഴ്ച 3:30-ഓടെയാണ് മഞ്ഞുമലകൾക്കിടയിൽ മൃതദേഹം കണ്ടെടുക്കുന്നത്. അത് രാജ്യചരിത്രത്തിൽ അസാധാരണമാണ്. അസാധാരണമെന്ന് പറഞ്ഞാൽ സേനയുടെ ചരിത്രത്തിൽ അതാദ്യമായാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ് നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം. പൂർണ്ണ സൈനിക ബഹുമതികളോടെ തന്നെയാണ് സംസ്കാരം. സൈനിക വാഹനത്തിലാണ് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വിലാപയാത്രയായി വീട്ടിലേക്ക് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അവിടെയും ഇപ്പോൾ വീട്ടിലും ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും. 56 വർഷങ്ങളെന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല, അതൊരു അരനൂറ്റാണ്ടിൻ്റെ കാലയളവാണ്, അരനൂറ്റാണ്ടിന് മുകളിലുള്ള കാലയളവാണ്. അപ്പോൾ നീണ്ട 56 വർഷത്തിന് ശേഷം നാട്ടിൽ നിന്ന് പോകുമ്പോൾ നന്നേ ചെറുപ്പക്കാരാണ്. 18 വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന ആളാണ് തോമസ് ചെറിയാൻ. മരിക്കുമ്പോൾ 22 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ ഒരുപാട് പേർ പറയുന്നു അവിടെ ക്രമീകരണങ്ങളുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ട്. വലിയ തിരക്ക് കൂട്ടരുത് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് അവിടെ കേൾക്കാം. എല്ലാവർക്കും മൃതദേഹം ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകും എന്ന ഉറപ്പൊക്കെ നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പള്ളിയിലും ഒരു പൊതുദർശനത്തിലുള്ള അവസരമുണ്ടാകും
എന്നൊക്കെയുള്ള അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും വീട്ടിലും തോമസ് ചെറിയാനെ ഒരു നോക്ക് കാണാൻ നൂറ് മനുഷ്യരുടെ നീണ്ട നിര കാണാം. അവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ഒരു കൈക്കുടന്ന പുഷ്പം അർപ്പിക്കാനും വിലാപയാത്രയിൽ അവിടെ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലുണ്ടായ പൊതുദർശനത്തിൽ ആ വിലാപയാത്രയുടെ വഴിയിലുടനീളം ഇപ്പോൾ വീട്ടിലും അതേ ജനക്കൂട്ടത്തെ നമുക്ക് കാണാം. കാരണം അത് നമ്മുടെ നാടിൻ്റെ ഒരു വീരസൈനികൻ, ഒരു ചെറുപ്പക്കാരനായ നാടിൻ്റെ ഒരു ധീരസൈനികനുള്ള യാത്രയപ്പ് എന്നതുകൊണ്ട് മാത്രമല്ല അത് ശ്രദ്ധേയമാകുന്നത്. അത് ഈ നീണ്ട 56 വർഷത്തിന് ശേഷം അങ്ങനെ സമാനതയുള്ള ചരിത്രം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നീണ്ട 56 വർഷത്തിന് ശേഷം മഞ്ഞുമലകൾക്കിടയിൽ ഉണ്ടായിരുന്ന തോമസ് ചെറിയാനെ വീണ്ടെടുത്ത് നാട്ടിലേക്ക് എത്തിച്ചതിൻ്റെ ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. തിരികെ എത്താം ചെറിയൊരു ഇടവേള.